കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയെ ന്യായീകരിച്ച് CPIM. ആരോഗ്യവകുപ്പിലെ നേട്ടങ്ങൾ നിരത്തിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും പറഞ്ഞു. കേൾക്കാം. ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റു ചില നേതാക്കളും പറയുന്നത് പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേയില്ല. പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ. അതിലൊരു കാര്യമില്ല, എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്നും കുടുംബത്തിന് സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് CPM വന്നത്. ഒരർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് CPM നടത്തുന്നത് കണ്ടത്. പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ഇന്ന് ന്യായീകരണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പാർട്ടി ഒന്നടങ്കം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പിന്നിലുണ്ടോ? ചില നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതൊഴിച്ചാൽ ഡോക്ടർ അരുൺകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും പ്രതിരോധത്തിലാക്കിയെന്നത് വസ്തുതയാണ്. പക്ഷേ അതേസമയം ഇന്ന് 2 പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി. സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും സംരക്ഷണ കവചമൊരുക്കി CPIM രംഗത്ത് വരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ നിരത്തിയാണ് പ്രതിരോധിച്ചത്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നു അവിടെ ബലക്ഷയമുണ്ടായിരുന്നു കെട്ടിടത്തിന്. പക്ഷേ 564 കോടി രൂപ മുടക്കി പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ചു. UDF-ഉം മാധ്യമങ്ങളും ചേർന്ന് കള്ളപ്രചാരവേല, അപവാദ പ്രചരണം നടത്തുകയാണ്. യഥാർത്ഥ വസ്തുത അങ്ങനെയല്ല. ആരോഗ്യമേഖലയിൽ വലിയ നേട്ടവും മുന്നേറ്റവും ഈ കാലയളവിൽ ഉണ്ടാക്കാനായി UDF വികസനം മുടക്കികളാണ്. സംസ്ഥാനത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാത്തപ്പോഴും ഒക്കെ UDF സന്തോഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നാടിന്റെ വികസനത്തിന്റെയും നേട്ടത്തിന്റെയും ഒപ്പം നിൽക്കാതെ ദുരുദ്ദേശപരമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ദുർവ്യാഖ്യാനവും പ്രചാരണവുമാണ് നടക്കുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു. രാജി നടപ്പുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു എന്നതാണ് ശ്രദ്ധേയം. അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ ശക്തിപ്പെടുത്തും. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ്. കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം നിൽക്കുന്നു. അവർക്ക് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം ഉറപ്പാക്കും എന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ മന്ത്രി VN വാസവൻ ഒക്കെ പ്രതികരിച്ച വേളയിൽ അദ്ദേഹം ഈ വീഴ്ചയുണ്ടായില്ല എന്ന് പറയുകയാണ് ചെയ്തത്. ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അവരുടെ പ്രതികരണം ഒതുക്കുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ UDF അവരുടെ ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും വലിയ സമരങ്ങളിലേക്കടക്കം, തുടർ സമരങ്ങളിലടക്കം പ്രഖ്യാപിക്കുകയും കടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിരോധത്തിന് തന്നെയാണ് CPIM നീക്കം എന്നത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.